വശ്യം ചെയ്തത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? വശ്യം പലതരത്തിലുണ്ട്. വശ്യന്റെ ഉദ്ദേശം അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം അമിതമായ ആഗ്രഹം മൂലമൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം അമിതമായ ആഗ്രഹം മൂലം ഒരാൾക്ക് അത് വേണം എന്ന് കരുതിയിട്ട് അത് ഒരു സ്ത്രീയെയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് നമുക്ക് ആഗ്രഹമുണ്ട് അവരെ വേണം നമുക്ക്. പക്ഷെ അവർ നമ്മൾക്ക് അപ്രാപ്യമല്ല എങ്കിൽ അവിടെ വശ്യം ചെയ്തിട്ടാൽ ആ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നോ എന്ന് പറയാൻ നമുക്ക് പറ്റാതെ വരും. അതുപോലെ അയാളുടെ കാന്തിക വലയത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു വിറയൽ പോലെ, നമുക്കൊന്നും പറ്റാത്തതുപോലെ, നമ്മളവിടെ മനസ്സിനൊരു വ്യക്തതയില്ലാത്ത ഒരു മൂടല്, ഒരു മറയല്, ഇതൊക്കെ സംഭവിക്കും. നമുക്ക് പറയണം എന്നുണ്ട് നോ എന്ന് പറയാൻ പോകുമ്പോഴും നമ്മളത് അതിന് അശക്തരായി പോകുന്നു. എന്തൊക്കെയോ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് അയാളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്നു, ആ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇത് ഇയാളാണ് എന്നിൽ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അയാൾ പറയുന്ന രീതിയിലേക്ക് പോകുന്നത്. അപ്പം അവിടെ അതിനേക്കാൾ പോസിറ്റീവായിട്ട് പറയുന്ന പലരെയും നമ്മൾ അതൊക്കെ ശരിയാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ വഴിവിട്ട് ഇയാളിലേക്ക് തന്നെ പോകുന്നു. അപ്പം അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഏത് ദശാകാലാണ് ഇപ്പം ഇങ്ങനെ വരാനാണ്, യോഗം ഉണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് മറുമരുന്ന് പലതരത്തിലുള്ളതുണ്ട്. ഉള്ളിലേക്ക് ഔഷധക്കൂട്ടുകളായിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ നിർവീര്യമാക്കാനുള്ളത് ചെയ്യാം. പിന്നെ താന്ത്രികപരമായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ വിഷബാധ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഛർദ്ദിച്ച് കളയുന്നു. അങ്ങനെ എന്തായാലും ഇതിൽ നിന്നൊരു മോചനം. അത് പക്ഷെ കണ്ടുപിടിക്കാൻ വൈകുന്തോറും പ്രശ്നങ്ങൾ അതിൻ്റെ രൂക്ഷതയിലേക്ക് എത്തും. അതാണ് കണ്ടുപിടിക്കപ്പെടണം. നമ്മളെ ആ വ്യക്തി മനസ്സിലാക്കണം, അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളുടെ വേറൊരാളോട് അമിതമായ ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു ആകർഷണം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ശരിയാണ്, അതുവരെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്ന ഒരാളോട്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായത്തിലെ രൂപം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒക്കെ അജഗജാന്തരമുള്ള ഒരു വ്യക്തിയോട് പെട്ടെന്നൊരു ആവേശം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. പരിഹാരം ഉണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.